ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് മാറോ? ഈ ഒരു ചോദ്യം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യവും ആകാംക്ഷയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ന്യൂസിലൻഡ് പരമ്പരയോടുകൂടി ഇഷാൻ കിഷൻ തന്റെ സ്പോട്ട് ഉറപ്പിക്കുന്ന സമയത്ത് ലോക ഒന്നാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ മോശം ഫോമിന്റെ പേരിൽ ഇങ്ങനെ പതറി നിൽക്കുകയാണ്. മികച്ച പ്രകടനം എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 3 മത്സരങ്ങളിൽ 3 ഡെക്കുകളാണ്. 8 ബോളുകളിൽ 1 റൺസ് പോലും സ്കോർ ചെയ്യാൻ കഴിയാതെ വേൾഡ് നമ്പർ 1 T20 ബാറ്റർ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു സമയത്ത് സഞ്ജുവിനെ പരിഗണിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. നബീബയ്ക്കെതിരെ കിട്ടിയ ഒരു അവസരത്തിൽ 8 ബോളുകളിൽ 22 റൺസ് എടുത്ത് കൃത്യമായ ഇമ്പാക്ട് സഞ്ജുവിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതുമാണ്. ഈ സമയത്താണ് ആ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. ഇന്ത്യ ഈ ഒരു സൂപ്പർ 8 പോരാട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഓപ്പണിംഗിൽ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ്. കാരണം നിലവിൽ അഭിഷേക് ശർമ്മ വേൾഡ് T20 ഒന്നാം നമ്പർ ബാറ്ററാണ്. മികച്ച പ്രകടനങ്ങൾ പലപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ്. ഈ ഒരു ആരോഗ്യ പ്രശ്നം കഴിഞ്ഞിട്ട് ആ ഒരു മികച്ച ഫോമിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മാനേജ്മെന്റ് കൂടുതൽ വിശ്വാസം അഭിഷേകിൽ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സാധ്യത. കാരണം നിലവിൽ ഇപ്പോൾ അഭിഷേക് ശർമ്മയെ മാനേജ്മെന്റ് ബാക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അഭിഷേക് ശർമ്മയുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. നമ്മൾ കണ്ടതാണ് സഞ്ജുവിനെയും കൃത്യമായിട്ട് പലയിടങ്ങളിലും ബാക്കപ്പ് ചെയ്യാത്തതിൻ്റെതായ രീതിയിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ സഞ്ജുവിന്റെ ബോഡി ലാംഗ്വേജിലും ന്യൂസിലൻഡ് പരമ്പരയിൽ നമ്മൾ കണ്ടതാണ്. സോ നിലവിൽ മാനേജ്മെന്റ് സൂപ്പർ 8 പോരാട്ടങ്ങളിലും അഭിഷേക് ശർമ്മയെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധ്യതകൾ കൂടുതലും. അതിനിടയിൽ തിലക് വർമ്മയുടെ മെല്ലപ്പോക്കും വലിയ വിമർശനങ്ങൾ വഴിവെക്കുന്നുണ്ട്. പക്ഷേ തിലക് വർമ്മയും ടീമിൽ നിന്ന് റീപ്ലേസ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ മുൻനിര ഏതെങ്കിലും രീതിയിൽ തകരുകയാണെങ്കിൽ പിച്ചിനനുസൃതമായിട്ട് കൃത്യമായിട്ട് ടീമിനെ മോശമല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ കഴിയുന്ന താരമാണ് തിലക് വർമ്മ. നിലവിലെ ബാറ്റിംഗ് ഓർഡറിൽ അതുകൊണ്ട് തന്നെ വലിയ പരീക്ഷണങ്ങൾക്ക് സാധ്യതയില്ല. അവസാന ഓവറുകളിൽ മികച്ച പ്രകടനങ്ങളുമായിട്ടൊരു ഫിനിഷർ റോളിൽ കൃത്യമായിട്ട് റിങ്കു സിംഗും ഡ്യൂബയും പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ബാറ്റിംഗ് ഓർഡറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് ഓപ്പണിംഗ് ഇതേപടി തന്നെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ വേൾഡ് കപ്പാണ്. ഈ സമയത്ത് റാങ്കിങ്ങിലല്ല കാര്യം. ആ ഒരു ടൈമിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നവരെയാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഓപ്പണിംഗിൽ മാറ്റം വേണോ? സഞ്ജു തിരികെ വരണോ?